രാജ്യസഭയിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസ് കുടുംബാധിപത്യ പാർട്ടിയാണ് എന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഗ്യാരണ്ടിയില്ല അവർ ജയിക്കുമോ എന്നും. ഗ്യാരണ്ടിയില്ലാത്ത കോൺഗ്രസുകാർ മോദി ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്യേണ്ട എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്താണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യാബ്ദലബ്ധിക്ക് ശേഷം രാജ്യത്ത് അടിമത്തത്തിന്റെ മാനസികാവസ്ഥ കോൺഗ്രസ് ഉണ്ടാക്കുകയും ചെയ്തു. ലാൽബത്തി കൾച്ചർ കോൺഗ്രസ് ആണ് രാജ്യത്ത് പ്രചരിപ്പിച്ചതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഈ വേളയിൽ മുഖ്യമന്ത്രിമാർക്ക് നെഹ്റു എഴുതിയ കത്ത് നരേന്ദ്രമോദി സഭയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഒരു വിധത്തിലുള്ള സംവരണവും താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നെഹ്റു കത്തിൽ പറഞ്ഞതായിട്ടാണ് മോദി പറയുന്നത്. നെഹ്റുവിന്റെ കാലം മുതൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിരോധികളാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. അതേപോലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തെളിഞ്ഞു നിന്നത് രാജ്യത്തിന്റെ ആത്മവിശ്വാസമാണ് എന്നും രാഷ്ട്രപതിയുടെ വാക്കുകളിൽ നിറഞ്ഞത് രാജ്യത്തിന്റെ ശക്തവും സുദൃഢവുമായ ഭാവിയാണ്. ഇതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നന്ദി അറിയിക്കുകയും അദ്ദേഹം ചെയ്തു. 10 വർഷം കൊണ്ട് കോൺഗ്രസ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ 12ാം സ്ഥാനത്ത് നിന്ന് 11ാം സ്ഥാനത്തേക്ക് എത്തിച്ചു. എന്നാൽ 5 വർഷം കൊണ്ട് ഞങ്ങൾ 5ാം സ്ഥാനത്ത് എത്തിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഈ കോൺഗ്രസ് ആണ് സാമ്പത്തിക നയങ്ങളിൽ NDA സർക്കാരിനെ ഉപദേശിക്കാൻ വരുന്നതെന്ന്. കോൺഗ്രസിന്റെ അധികാരക്കൊതി ജനാധിപത്യത്തെ തകർത്തു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കോൺഗ്രസ് ഒറ്റ രാത്രി കൊണ്ട് മറിച്ചിട്ടു. ഭരണഘടനാ മൂല്യങ്ങളെ കോൺഗ്രസ് തടവിലുമാക്കി. മാധ്യമങ്ങൾക്ക് പൂട്ടുവിട്ടു. അതേ കോൺഗ്രസ് തന്നെ ഇന്ന് രാജ്യത്തെ തകർക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് വിഭജന രാഷ്ട്രീയം, വിഘടനവാദം വളർത്തൽ, സുരക്ഷാ പോരായ്മകൾ എന്നിവ ശക്തമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നരേന്ദ്രമോദിയുടെ വിമർശനം. രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായി യോജിപ്പിൻ തുടരുന്ന പാർട്ടി ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ വിഭജനത്തിനായി വാദിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജാതിമത ഭാഷാ അതിരുകളെ കോൺഗ്രസ് തുടർച്ചയായി ചൂഷണം ചെയ്തു. സ്വന്തം താല്പര്യങ്ങൾക്കായി വിഘടനവാദവും ഭീകരവാദവും അവർ വളർത്തി. വടക്ക് കിഴക്കൻ മേഖലയിൽ അക്രമവും വിഘടനവാദവും അവികസിതാവസ്ഥയും രൂക്ഷമാക്കി. നക്സലിസത്തെ നേരിടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഗണ്യമായ ദേശീയ ഭൂപ്രദേശം എതിരാളികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ നമ്മുടെ സായുധ സേനയുടെ നവീകരണത്തെ കോൺഗ്രസ് തടസ്സപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ പാർട്ടി ഇപ്പോൾ ദേശീയവും ആഭ്യന്തരവുമായ സുരക്ഷയെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. അതേപോലെ കോൺഗ്രസ് MP DK സുരേഷിന്റെ ദക്ഷിണേന്ത്യക്ക് പ്രത്യേക രാജ്യം എന്ന പരാമർശത്തെ പരോക്ഷമായി മോദി വിമർശിക്കുകയും ചെയ്തു. വടക്കേയും തെക്കിനും ഇടയിൽ കോൺഗ്രസ് ഭിന്നിപ്പിന്റെ വിത്ത് പാവുകയാണ് എന്നും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തെ തുരങ്കം വെച്ചു. നിയമാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ട അതേ പാർട്ടിയാണ് ഇപ്പോൾ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ആഖ്യാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത്. രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായി കോൺഗ്രസ് യോജിപ്പിലാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ വിഭജനത്തിനായി വാദിക്കുന്നു എന്നും അദ്ദേഹം രാജ്യസഭയിൽ പറയുകയും ചെയ്തു. അതേപോലെ പിന്നോക്കക്കാർക്കുള്ള എല്ലാത്തരം സംവരണങ്ങൾക്കും ജവഹർലാൽ നെഹ്റു എതിരായിരുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി പ്രത്യേകം രാജ്യസഭയിൽ പറഞ്ഞു. കോൺഗ്രസ് എല്ലായ്പ്പോഴും ദളിതർക്കും പിന്നോക്കക്കാർക്കും ഗോത്രവർഗക്കാർക്കും എതിരാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജോലികളിലെ ഏതെങ്കിലും തരത്തിലുള്ള SC/ST സംവരണത്തിന് ജവഹർലാൽ നെഹ്റു എതിരായിരുന്നു എന്ന് മോദി പറയുകയും ചെയ്തു. OBC-കൾക്ക് ഒരിക്കൽ പോലും സമ്പൂർണ്ണ സംവരണം നൽകാത്ത കോൺഗ്രസ് സാമൂഹ്യ നീതി പ്രസംഗിക്കരുത് എന്ന് രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൽ മറുപടിയായി പ്രധാനമന്ത്രി മോദി പറഞ്ഞു. കോൺഗ്രസ് പൊതുവിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകിയില്ല. ബാബാ സാഹിബ് അംബേദ്കർക്ക് ഭാരതരത്നയ്ക്ക് യോഗ്യനെന്ന് കരുതിയില്ല. അവരുടെ കുടുംബത്തിന് മാത്രം ഭാരതരത്ന നൽകി. അവർ ഇപ്പോൾ ഞങ്ങളെ സാമൂഹ്യനീതി പാഠം പഠിപ്പിക്കുകയാണ്. നേതാവെന്ന നിലയിൽ യാതൊരു ഉറപ്പുമില്ലാത്തവരാണ് മോദിയുടെ ഉറപ്പിനെ ചോദ്യം ഉന്നയിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറഞ്ഞത് 40 സീറ്റെങ്കിലും ലഭിക്കാൻ താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പരിഹാസത്തോടെ പറയുകയും ചെയ്തു. കോൺഗ്രസിന് 40 സീറ്റെങ്കിലും നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് ഇന്ത്യ മുന്നണി സഖ്യകക്ഷിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സംശയം ഉന്നയിച്ചിരുന്നു. ഇതിനെ കൂട്ടുപിടിച്ചായിരുന്നു മോദിയുടെ പരിഹാസ പ്രസംഗം. കോൺഗ്രസിന് 40 സീറ്റിൽ വിജയിക്കാനാകില്ലെന്ന വെല്ലുവിളി വന്നത് പശ്ചിമ ബംഗാളിൽ നിന്നുമാണ്. നിങ്ങൾക്ക് ചുരുങ്ങിയത് 40 സീറ്റ് ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നാണ് മോദി രാജ്യസഭയിൽ പറഞ്ഞത്. രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ബന്ധം ഏറെക്കുറെ തകരാറായ നിലയിലാണ് എന്നും ഈ പശ്ചാത്തലത്തിലായിരുന്നു മമതയുടെ വാക്കുകളൊക്കെ അങ്ങനെ വന്നത്. എന്തായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് 2019 വെറും 44 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി എത്രത്തോളം ആക്ഷേപിച്ചതുകൊണ്ടും വിമർശിച്ചതുകൊണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെ നിർണായകം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല.